തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. വന്ദിരായ വൈദികരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, 969 സംവത്സരം ജീവിച്ചിരുന്ന മെതുശലേക്ക് മുതൽ ഇന്ന് ജനിച്ചു വീഴുന്ന ശിശു വരെ എന്ന് എത്ര നാൾ ഈ ഭൂമിയിലായിരിക്കണമെന്നും എന്ന് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടണമെന്നും തീരുമാനിക്കുന്നത് ദൈവമാണ്. ഈ ഭൂമിയിൽ കാലുവെച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് നോക്കിക്കൊണ്ടുള്ള ഒരു ജീവിതമാണ് ഏതൊരു ക്രിസ്ത്യാനിയുടേത്. പരിശുദ്ധനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം അതിൻ്റെ 5-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: കൂടാരമായ ഭൗമഭവനം അരിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി സ്വർഗത്തിൽ നമുക്ക് ഒരു ഭവനമുണ്ട്. അതാണ് നമ്മുടെ പ്രത്യാശ. നമുക്കറിയാം, നമ്മുടെ MMBSന്റെ ഒരു സജീവ പ്രവർത്തകയാണ് പ്രിയപ്പെട്ട സൂസൻ ആൻറ്റി. ഒരു കുടുംബത്തെ എങ്ങനെ നയിക്കണം എന്നുള്ളതിന് ഉത്തമ മാതൃകയാണ് സൂസൻ ആൻറ്റി എന്ന് ഞാൻ പറയും. കാരണം തൻ്റെ ജീവിതത്തിലെ സന്തോഷത്തിലും സന്താപത്തിലും ഒരുപോലെ ഒരു കുടുംബത്തെ നയിക്കുവാൻ ദൈവകൃപ ലഭിച്ച ഒരു ഉത്തമ വനിതയാണ് സൂസൻ ആൻറ്റി. ഈ പ്രയാസഘട്ടങ്ങളിലിടയിലും പള്ളിയിലെ എല്ലാ കാര്യങ്ങളിലും ആൻറ്റി വളരെ ആക്റ്റീവായിരുന്നു. മർത്തമറിയ സമാജത്തിൻ്റെ കോൺഫറൻസുകളിലും ഗ്രൂപ്പ് സോങ്ങുകളിലും അതുപോലെ തന്നെ ക്വിസ് മത്സരങ്ങളിലുമെല്ലാം ആ ആൻറ്റിയുടെ സജീവ സാന്നിധ്യം എപ്പോഴും ഉണ്ടായിരുന്നു. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, നമ്മുടെ ജോലി തിരക്കുകളുടെ ഇടയിൽ നമുക്കിതിനൊന്നും സമയമില്ല. എന്നാൽ ആൻറ്റി ഇതിനിടയിലും ഇതിന് വളരെയധികം സമയം കണ്ടെത്തിയിരുന്നു. എനിക്ക് തോന്നുന്ന അങ്കിളും അതിന് വേണ്ടതായ സപ്പോർട്ട് നൽകിയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ആൻറ്റിക്ക് ഇതെല്ലാം ചെയ്യുവാൻ സാധിച്ചത്. അതുപോലെ തന്നെ ഷെൽബി നമ്മുടെ പള്ളിയിലെ ക്വയറിൽ വളരെ ആക്റ്റീവായിരുന്നു. ഷാന നമ്മുടെ പള്ളിയിലെ ക്വയറിൽ വളരെ ആക്റ്റീവാണ്, ഇപ്പോഴും ആക്റ്റീവാണ്. അതുപോലെ തന്നെ ഷെൽബി, നമുക്കറിയാം, നമ്മൾ ഓരോ ആഴ്ചയും ഫുഡ് പള്ളിയിൽ കൊടുക്കുമ്പോൾ എല്ലാവരുടെ അടുത്തും എന്ത് ഹെൽപ്പ് വേണമെന്ന് ചോദിച്ച് നമ്മളെ ഫുൾ ഹെൽപ്പ് ചെയ്യാൻ എപ്പോഴും ഷെൽബി നമ്മോടൊപ്പം ഉണ്ട്. നമ്മൾ പറയേണ്ട ആവശ്യമില്ല, കൂടെ വന്ന് എല്ലാ ഹെൽപ്പും ചെയ്തു തരും. ടേബിൾ വിരിക്കാനാണെങ്കിലും വാട്ടർ ബോട്ടിൽസ് വെക്കാനാണെങ്കിലും എല്ലാം ആ കുടുംബം ഒരുപോലെ ഒന്നടങ്കം നമുക്ക് ഒരു ഉത്തമ മാതൃകയാണ്. നമ്മുടെ കർത്താവ് ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി ഇറങ്ങി വരുമ്പോൾ വെള്ളം നിലയെങ്കി ധരിച്ചുകൊണ്ട് കയ്യിൽ കുരുത്തോലകളുമേന്തി ദൈവത്തെ എതിരേൽക്കുവാൻ ഈ അങ്കിളും ഉണ്ടാകും എന്നതിന് യാതൊരു സംശയവുമില്ല. ദൈവം അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും മടിയിൽ ഇമ്പങ്ങളുടെ പർദീസയിൽ പ്രിയപ്പെട്ട അങ്കിളിനെ വിശ്രമിപ്പിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. നോർത്ത് ഈസ്റ്റ് അമേരിക്കൻ ഡയസിസ് മർത്തമറിയം വനിതാ സമാജത്തിന്റെ നാമത്തിലുള്ള എല്ലാ അനുശോചനവും ഈ സമയത്ത് അറിയിക്കുന്നു.